ബാക്ക് ടു അവർ ചാനൽ സാമക് വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റവുമായിട്ടാണ്. വേറൊന്നുമല്ല, സിംഗർ ബർഗറാണത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോൺലെസ് ചിക്കൻ പീസ് എടുക്കാം. അത് ഞാനിപ്പോൾ കുറച്ച് നല്ലോണം പരത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ സോയാ സോസ്, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മസ്റ്റാർഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇതിനുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. ആദ്യം അര കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച് അരമണിക്കൂറായിട്ടുണ്ട്. ഇനി അത് കോട്ട് ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പാൽ ഒരു മുട്ടയിലേക്ക് ചേർത്ത് അതിലാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി സ്റ്റിർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കുന്നതിനായി നേരത്തെ മാറ്റി വെച്ച ഫ്ലോർ മിക്സിലേക്ക് ഓരോ ചിക്കനായി ഡിപ്പ് ചെയ്ത് അത് നന്നായി അതിലൊക്കെ പൊടിയൊക്കെ പിടിപ്പിച്ച് അത് നന്നായി ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ അമർത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ ചിക്കനെ നമുക്ക് പാൽമുട്ട മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത് ഒന്നുകൂടി ഫ്ലോർ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. ഇതിന് 2 കോട്ടിംഗ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഇതിന് നല്ല ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ ഇവിടെ ഞാൻ 4 പീസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യുന്നതിനായി പാൻ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി അതിലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ 4 പീസ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബർഗർ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 4 ബർഗർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കാനുള്ള മയോണൈസ് മിക്സ് തയ്യാറാക്കിയെടുക്കാം. 4 ടേബിൾ സ്പൂൺ മയോണൈസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ശേഷം 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് സോസും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബർഗറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം. അതിനായി ഈ ബർഗർ ബണ്ണിൻ്റെ ഇരുവശത്തും മസ്റ്റാർഡ് സോസ് മിക്സ് ആഡ് ചെയ്ത് ഇനി അതിന് മുകളിൽ ഒരു പീസ് ചിക്കൻ വെച്ച് അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് സോസ് ആഡ് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഒരു ചീസ് വെച്ച് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിൽ ഒരു പീസ് ടൊമാറ്റോവും പിന്നെ ഒരു പീസ് ക്യാപ്സിക്കവും വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ലെറ്റൂസും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ ബണ്ണിൻ്റെ മുകൾ ഭാഗവും കൂടി വെച്ച് കൊടുത്താൽ നമ്മളെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അപ്പോൾ ഗൈസ് നമ്മളിവിടെ 4 ബർഗറും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കുമാണ്.